പുതിയൊരു ചെറുകഥ. പേര് അച്ഛൻ്റെ ഓർമ്മകളിൽ. രാത്രി ഏതോ സ്വപ്നം കണ്ടാണ് രമ്യ ഞെട്ടി എഴുന്നേറ്റത്. എഴുന്നേറ്റ് കട്ടിൽ ഇരുന്ന് അരികിൽ കിടക്കുന്ന തൻ്റെ രമേശേട്ടനെ നോക്കി. ആള് നല്ല ഉറക്കത്തിലാണ്. കട്ടിലിൽ ഇരുന്നവൾ രണ്ട് കൈയും കൊണ്ട് മുഖം പൊത്തി താൻ കണ്ട സ്വപ്നം ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചു. തൻ്റെ മടിയിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ മുഖം അവ്യക്തമാണ്. പക്ഷേ അത് തൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. അച്ഛൻ തന്നെയാണത്. രമ്യ വീണ്ടും വീണ്ടും ആ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അച്ഛൻ്റെ മുഖം തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. കിടക്കാൻ നേരം അഴിച്ചിട്ട മുടി വാരിക്കെട്ടുകൊണ്ട് അല്പനേരം കൂടി കട്ടിലിൽ ഇരുന്ന ശേഷം രമ്യ മെല്ലെ എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിലേക്ക് നടന്നു. ജനപ്പാളി തുറക്കുമ്പോൾ കാറ്റടിച്ച് പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയുടെ നേർത്ത മഴത്തുള്ളികൾ രമ്യയുടെ മുഖത്തും മുടിയിലും പറ്റിപ്പിടിപ്പിച്ചിരുന്നു. രമ്യ ജനൽ കമ്പികളിൽ പിടിച്ച് മുഖം ജനൽ കമ്പിയിലേക്ക് ചേർത്ത് പുറത്തെ മഴയും നോക്കി നിൽക്കുമ്പോൾ അവളുടെ മനസ്സ് പഴയ കുട്ടിക്കാലത്തിലേക്ക് പോയി. പിന്നെ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ ആയിരുന്നു. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ ഓർമ്മകളും പിന്നിലേക്ക് നടന്നു തുടങ്ങി. അച്ഛൻ്റെ കുടുംബ വീട്ടിലായിരുന്നു രമ്യയും അച്ഛനും അമ്മയും ചേട്ടനും കുടുംബവും. കൂട്ടുകുടുംബം ആണെങ്കിലും എല്ലാവരും ഒത്തിരി സന്തോഷത്തിൽ തന്നെയായിരുന്നു. അച്ഛൻ്റെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോകാൻ ഏറെ ആഗ്രഹിച്ച ആ കുഞ്ഞു മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടാണ് അവളുടെ അച്ഛൻ പ്രവാസത്തിലേക്ക് കടക്കുന്നത്. അച്ഛൻ്റെ കയ്യും പിടിച്ച് സ്കൂളിൽ വരുന്ന കുട്ടികളെയും അവരുടെയൊക്കെ അച്ഛന്മാർ വാങ്ങിക്കൊടുക്കുന്ന സമ്മാനങ്ങളുടെയും കൂടെയുള്ള സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ രമ്യയുടെ കുഞ്ഞു മനസ്സിൽ നിറയെ അച്ഛനെ ഓർത്തുള്ള സങ്കടങ്ങളായിരുന്നു. ജോലി തിരക്കിനിടയിലും വിളിക്കുന്ന അച്ഛൻ്റെ ശബ്ദം കേൾക്കാൻ വിശേഷങ്ങൾ പറയാനുമല്ല വെള്ളിയാഴ്ചയും അടുത്ത വീട്ടിലെ സുമച്ചേച്ചിയുടെ വീട്ടിലെ ലാൻഡ് ഫോണിൻ്റെ ചുവട്ടിൽ അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. അച്ഛൻ വിളിക്കുമ്പോൾ വായുതോരാതെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അവൾ അമ്മയ്ക്ക് ഫോൺ നീട്ടുമ്പോൾ ഇനി നമ്മൾ എന്തു പറയാനാണെന്ന് അമ്മ പരിഭവം കേട്ട് മറുതലയ്ക്കിൽ നിന്നുയരുന്ന അച്ഛൻ്റെ ചിരിയേക്കാൾ വലിയ സന്തോഷമൊന്നും അവൾക്ക് വേറെ ഉണ്ടായിരുന്നില്ല. ഏറെ നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം അച്ഛൻ നാട്ടിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഏറെ സന്തോഷിച്ചതും അവളായിരുന്നു. എൻ്റെ കുട്ടിക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനെ മാത്രം മതി അവൾ പറഞ്ഞെങ്കിലും കൈനിറയെ സമ്മാനങ്ങളുമായി തൻ്റെ അച്ഛൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അച്ഛനെ വിളിക്കാൻ എയർപോർട്ടിൽ പോകാൻ വന്ന കാറിൽ ആദ്യം കയറിയത് അവളായിരുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ട് കാറിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സ് നിറയെ അച്ഛനെയും കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെയും കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എയർപോർട്ടിൻ്റെ വലിയ കവാടത്തിന് മുന്നിൽ ഉറ്റവരെ കാണാൻ കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ അവളും ഇടിച്ചു കയറി നിന്നു. ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അച്ഛനെയും പ്രതീക്ഷിച്ച് അവളും നിന്നു. അകലെ നിന്ന് രണ്ട് കൈയിലും ബാഗുകൾ വലിച്ചു കൊണ്ടുവരുന്ന അച്ഛനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ അവൾ തുള്ളിച്ചാടി തുടങ്ങിയിരുന്നു. അടുത്തെത്തിയ അച്ഛനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ അയാൾ അവളെ ഉയർത്തിയെടുത്ത് ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു തുടങ്ങി. അച്ഛനെ ചേർന്നിരുന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ 4ാം ക്ലാസ്സുകാരിക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. പിറ്റേന്ന് അച്ഛൻ കൊണ്ടുവന്ന മണമുള്ള സ്പ്രേയും അടിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരികൾക്ക് കൊടുക്കാനുള്ള മിഠായി അവൾ ബാഗിൽ കരുതിയിരുന്നു. കൂട്ടുകാരികൾക്കിടയിൽ ഇരുന്ന് അച്ഛനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ അന്ന് ആദ്യമായി അവൾ കൂട്ടുകാരികൾക്കിടയിൽ തല ഉയർത്തി നടന്നു. അച്ഛൻ പുതിയ വീട് വയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട് വച്ച് താമസം മാറിയപ്പോഴും അവരെ കുടുംബം സന്തോഷത്തിൽ തന്നെ ആയിരുന്നു. വീണ്ടും അച്ഛൻ ഗൾഫിലേക്ക് പോയത് മുതൽ പിന്നെയും അച്ഛൻ്റെ വരവിനുള്ള കാത്തിരിപ്പായിരുന്നു. ഇതിനിടയിൽ അച്ഛൻ ഇല്ലാതെ ഓണവും വിഷുവും ഒരുപാട് കടന്നുപോയിക്കൊണ്ടിരുന്നു. പിന്നെയുള്ള അച്ഛൻ്റെ വരവിൽ ആണ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങിയത്. ഏറെ സന്തോഷം നിറഞ്ഞ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടമായ നിമിഷങ്ങൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ആഴ്ചതോറും അച്ഛൻ വിളിക്കുമെങ്കിൽ അമ്മയോടൊന്നും സംസാരിക്കാതെയായി. കാലങ്ങൾ പിന്നെയും കടന്നു പോയിക്കൊണ്ടിരുന്നു. രമ്യ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ജിൻസനെ ആദ്യമായി കാണുന്നത്. കോളേജ് ഡേയിലെ നാടകത്തിൽ തകർത്ത് അഭിനയിക്കുന്ന ജിൻസൻ്റെ ആദ്യം കാണുമ്പോൾ ആരാധന ആയിരുന്നു അവളുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് നാടകം കഴിഞ്ഞപ്പോൾ സ്റ്റേജിന് പുറകിൽ ചെന്ന് ജിൻസനെ അഭിനന്ദിച്ചതും. പിന്നെയുള്ള ദിവസങ്ങളിൽ അവർ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടിയെങ്കിലും പരസ്പരം മിണ്ടിയിരുന്നില്ല. ഒരിക്കൽ ജിൻസൻ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ രമ്യ ഒഴിഞ്ഞു മാറുകയും ചെയ്തിരുന്നു. മറ്റൊരു ദിവസം ബന്ധുവീട്ടിൽ നിൽക്കുമ്പോഴാണ് അയൽക്കാരനായ ജിൻസനെ വീണ്ടും കാണുന്നത്. അന്ന് അവർ പരസ്പരം വീണ്ടും സംസാരിച്ചു. ആ സംസാരം സൗഹൃദമായും ആ സൗഹൃദം പ്രണയമായും മാറാനും അധിക സമയം വേണ്ടി വന്നിരുന്നില്ല. രമ്യയും ജിൻസനും തമ്മിലുള്ള പ്രണയം പയ്യെ കോളേജിലും നാട്ടിലും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയപ്പോൾ ആണ് രമ്യയുടെ അച്ഛൻ പ്രവാസം നിർത്തി നാട്ടിലേക്ക് വന്നത്.
മകളെ എത്രയും പെട്ടെന്ന് നല്ലൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. പരസ്പരം പിണങ്ങി അമ്മയോടൊന്നും മിണ്ടാതെ ജീവിക്കുന്ന അച്ഛൻ എന്തിനാ എന്നെ ഉപദേശിക്കുന്നു, എനിക്കിഷ്ടമുള്ള ആളിനെ ഞാൻ തന്നെ വിവാഹം ചെയ്യും എന്ന് ആദ്യമായി രമ്യ അവളുടെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചു. മകളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കൊണ്ടാകും അയാൾക്ക് അതിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അയാൾ തലകുനിച്ച് നടക്കുമ്പോൾ തൻ്റെ പ്രണയം എങ്ങനെയെങ്കിലും വീട്ടുകാർ അംഗീകരിക്കണം എന്ന ചിന്ത ആയിരുന്നു രമ്യയിൽ. അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പിറ്റേന്ന് അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കം അവസാനിച്ചത്. അതുവരെ പിണങ്ങി മിണ്ടാതെ ഇരുന്നവർ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പിണക്കങ്ങളും മാറി പണ്ടത്തേതിൽ നിന്ന് കൂടുതൽ സന്തോഷത്തോടെ സംസാരിക്കുന്നത് അവളെയും ചേട്ടനെയും അത്ഭുതപ്പെടുത്തി. എന്നാലും രമ്യ അവളുടെ പ്രണയത്തെ മറക്കാൻ വിസമ്മതിച്ചു. അവസാനം അവളുടെ വാശിക്ക് മുമ്പിൽ അച്ഛൻ സമ്മതം മൂളി. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ആ സംഭവത്തോടു കൂടി അച്ഛൻ അവളോട് മിണ്ടാതെയായി. ഒരുപാട് തവണ അവൾ ശ്രമിച്ചുവെങ്കിലും അയാൾ അവളോട് ഒന്നും മിണ്ടിയിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവർ എല്ലാവരും ഒരുമിച്ച് വിഷു ആഘോഷിച്ചു. ആ സന്തോഷത്തിലും അവൾക്ക് സങ്കടമായി നിന്നത് അച്ഛൻ്റെ നിശബ്ദത മാത്രമായിരുന്നു. രാത്രി അച്ഛൻ്റെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോഴാണ് രമ്യ അവിടേക്ക് ചെല്ലുന്നത്. നിലത്ത് കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അല്പനേരം നിന്നുപോയി. പിന്നെ ഒരു നിലവിളിയോടുകൂടി അച്ഛനരികിലിരുന്നു അച്ഛൻ്റെ തല തൻ്റെ മടിയിലേക്ക് വയ്ക്കുമ്പോൾ അവൾ ആ മുഖം ശ്രദ്ധിച്ചത്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നിരിക്കുന്നു. മുഖമാകെ ചുവന്ന് തുടുത്തിരിക്കുന്നു. അച്ഛാ എന്ന് നീട്ടി വിളിച്ച് അവൾ വിളിക്കുമ്പോൾ എന്തോ പറയാൻ അയാൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആരൊക്കെയോ മുറിയിൽ വന്ന് അയാളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആ കണ്ണുകൾ തന്നെ തന്നെ നോക്കുന്നത് അവൾ കണ്ടിരുന്നു. ആശുപത്രിയിൽ എത്തും മുമ്പ് അയാൾ മരിച്ചിരുന്നുവെന്ന് ഡോക്ടർ വിധി എഴുതി. പിന്നെയുള്ള ദിവസങ്ങളിൽ രമ്യയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ എല്ലാം തൻ്റെ മടിയിൽ കിടന്ന് തന്നെ നോക്കുന്ന അച്ഛൻ്റെ മുഖമാണ് ഓർമ്മ വരിക. പിന്നെ ജിൻസനുമൊത്ത് വാടക വീട്ടിലേക്ക് മാറുമ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അച്ഛൻ മരിച്ചതോടെ ജിൻസന്റെ സ്വഭാവം മാറിത്തുടങ്ങിയിരുന്നു. ദിവസവും വീട്ടിൽ വരാതെയായി. വന്നാൽ തന്നെ മദ്യപിച്ച് ബോധമില്ലാതെ കടന്നു വരിക. അവളോട് മിണ്ടാനോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ജിൻസന് സമയമില്ലായിരുന്നു. ചേട്ടൻ്റെയോ അമ്മയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രം അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിനെ കാണാൻ പോലും ജിൻസൺ വരാതായപ്പോൾ അതുവരെ അയാളോടുണ്ടായിരുന്ന സ്നേഹം അവളിൽ കുറഞ്ഞു വന്നു. ജിൻസന് മറ്റൊരു സ്ത്രീയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് അവളും അറിഞ്ഞത്. പിന്നെയൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ എതിർക്കാതെ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോയത് രമ്യയായിരുന്നു. മ്യൂച്വൽ ഡൈവേഴ്സിനെ അവർ ഒപ്പുവയ്ക്കുമ്പോൾ തൻ്റെ മോളെ എങ്ങനെയെങ്കിലും വളർത്തണമെന്ന ആഗ്രഹം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപരിചിതനെ പോലെ ജിൻസൺ കോടതി വരാന്തയിൽ നിൽക്കുന്നത് രമ്യ ശ്രദ്ധിച്ചു. കോടതി വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒഴുകി വന്ന കണ്ണുനീർ ആരും കാണാതിരിക്കാൻ ആകും അന്ന് അപ്രതീക്ഷിതമായി മഴ പെയ്തത് എന്നവൾക്ക് തോന്നി. പിന്നെ അങ്ങോട്ട് അതിജീവനത്തിൻ്റെ വഴികൾ തിരയുകയായിരുന്നു രമ്യ. ചേട്ടൻ്റെ സഹായത്തോടെ 1-2 കോഴ്സ് പഠിച്ച് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ അവളും ഒന്ന് ആശ്വസിച്ചു തുടങ്ങി. ആരുടെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കാമല്ലോ എന്ന ആശ്വാസം. അത് നീ 1-2 ദിവസം ഒന്ന് സഹകരിച്ചാൽ ഇടയ്ക്ക് വാടക തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. വീടിൻ്റെ വാടക വാങ്ങാൻ വന്ന വീട്ടുടമസ്ഥൻ അത് പറഞ്ഞപ്പോൾ അന്ന് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. പിന്നെ നാട്ടിൽ ഉള്ള പലരും ഇതുപോലെ അർത്ഥം വെച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് തന്നെ ജീവിതം മടുത്തു തുടങ്ങി. ഒരു പെൺകുട്ടിയെയും കൊണ്ട് എത്ര നാളാണ് മോളെ ഇങ്ങനെ തനിച്ച്? അവനാണെങ്കിൽ വേറെ 1-2 ഒക്കെ കെട്ടി നീ ആർക്ക് വേണ്ടി സ്വയം ജീവിതം കളയണം? അമ്മയുടെ ആ ചോദ്യം അന്ന് രാത്രി അവൾ ഉറക്കം കെടുത്തി. ഒരിക്കലും ഒരു പെണ്ണിനെ തനിച്ച് താമസിക്കാൻ നമ്മുടെ സമൂഹം അനുവദിക്കില്ല, അതും ഡൈവേഴ്സായ പെണ്ണ്. അവളുടെ ശരീരത്തിൽ കണ്ണുവയ്ക്കുന്നവർ കഴുകന്മാരെ പോലെ അവളുടെ ശരീരത്തെ കണ്ണുകൾ കൊണ്ട് കൊത്തിവലിക്കും. ഒന്നും നടന്നില്ലെങ്കിൽ കള്ളക്കഥകൾ പറഞ്ഞു പരത്തി അവളെ മോശക്കാരാക്കി ചിത്രീകരിക്കും. അതാണ് നമ്മുടെ സമൂഹം. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ പല പുരുഷന്മാരുടെയും ചൂട് കൊതിക്കുന്നവരാണെന്ന് സ്വയം വിധി എഴുതുന്ന കുറേ നാട്ടുകാർ. ചേട്ടൻ തന്നെയാണ് രമേശിൻ്റെ ആലോചന കൊണ്ടുവന്നത്. അയാൾക്കും ഒരു കുട്ടിയുണ്ട്. ഭാര്യ മരിച്ചുപോയി. രമേശുമായി നേരിൽ കണ്ട് രമ്യ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ടാൾക്കും പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. പിന്നെ വൈകാതെ തന്നെ അവരുടെ വിവാഹം നടന്നു. തൻ്റെ ജിൻസിനേക്കാളും കൂടുതൽ രമേശൻ മനസ്സിലാക്കുന്നുണ്ടെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും രമ്യ തിരിച്ചറിഞ്ഞത് അവൾ വീണ്ടും ഗർഭിണി ആയിരുന്നപ്പോഴായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹവും സംരക്ഷണവും രമേശൻ നൽകിയപ്പോൾ മുകളിൽ നിന്ന് എവിടെയോ അച്ഛൻ്റെ അനുഗ്രഹം തനിക്കൊപ്പം ഉണ്ടെന്ന് അവൾക്ക് തോന്നി. താൻ ഉറങ്ങാതെ ഇവിടെ എന്തെടുക്കുക? പിന്നിൽ നിന്ന് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് രമേശൻ്റെ ശബ്ദം ചെവിയിൽ പതിഞ്ഞപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്.
രമ്യ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അറിയാതെ ഒഴുകി വന്ന കണ്ണുനീർ അവൾ തുടച്ചു. എന്തിനാ ഇപ്പോൾ കരയുന്നത്? എന്നും അച്ഛനെ സ്വപ്നം കണ്ടു. അവൾ ഒന്നും മിണ്ടാതെ തലയാട്ടി നിന്നു. ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷം കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ മറക്കൂ. മറ്റൊരു ലോകത്തിരുന്ന് ചിലപ്പോൾ അച്ഛൻ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു നിന്നിട്ട് രമേശൻ അത് പറയുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു വരുന്ന നക്ഷത്രങ്ങളെ നോക്കി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു നിന്നവൾ കണ്ണുകൾ കൂമ്പിയടച്ചു. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ് കൂടി കാണിക്കുമല്ലോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.